Hello guys. So it's our first day in Dubai and our first destination Jebel Jais. രാവിലെ തന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. കാര്യം 9 മണിക്കായിരുന്നു നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നത്. സോ അതിന് മുന്നേ ഫുഡ് കഴിക്കണം, റെഡി ആവണം. ആൻഡ് വി വർ വെരി എക്സൈറ്റഡ്. അവർ ഫസ്റ്റ് ഡേ ഇൻ ദുബായ് ആൻഡ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങളിവിടെ ഞങ്ങളുടെ കസിൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇതാണ് ഷിബു അങ്കിൾ. ഷിബു അങ്കിളിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അങ്കിൾ ഫാമിലി ആയിട്ട് ദുബായിൽ സെറ്റിൽഡ് ആണ്. ഞങ്ങളുടെ അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറുക, ഞങ്ങൾ താഴേക്ക് ഇറങ്ങുക, പാർക്കിങ്ങിലേക്ക് പോവുക, കാർ അവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളങ്ങനെ താഴെ എത്തി. ആ കിടക്കുന്ന ഞങ്ങൾ പോകേണ്ട കാറ്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഖാൻ അങ്കിൾ. ഹീസ് ഫ്രം പാകിസ്ഥാൻ. ഷിബു അങ്കിളിൻ്റെ ഒഫീഷ്യൽ ഡ്രൈവറാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഖാനങ്ങളുടെ മുന്നേ അറിയാം. സോ ദേ ആർ ടോക്കിങ് ഈച്ച് അതർ. സോ ഫൈനലി ഞങ്ങൾ കാറിലൊക്കെ കയറി. അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള തർക്കമോ, എവിടെ ഇരിക്കണം, ആരെവിടെ ഇരിക്കും എന്നുള്ളതൊക്കെ തർക്കമാണ്. അങ്ങനെ ഫൈനലി എല്ലാവരും കാറിൻ്റെ അകത്തൊക്കെ കയറി ഇരുന്നു, സെറ്റായി. ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ഞാൻ ഈ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നില്ലല്ലേ. ഞങ്ങളങ്ങനെ ജബൽ ജെയ്സിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ദുബായിലാണ് നിൽക്കുന്നതെങ്കിലും ജബൽ ജെയ്സ് മൗണ്ടെയിൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് റാസൽ ഖൈമയിലാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൗണ്ടെയിൻ ഇൻ UAE. അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ ക്യാമ്പിംഗ്. മൗണ്ടെയിൻസിന് താഴെ നിന്നുകൊണ്ട് സ്കൈ കാണുന്നത് അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനൊരു മൗണ്ടെയിനിൻ്റെ മേളിലോട്ടൊക്കെ പോവുകയാണെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഓഫ് റോഡൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെയായിരുന്നു ഞാൻ ഞെട്ടിപ്പോയത് കേട്ടോ. ഓ മൈ ഗോഡ്, എന്ത് പറയാനാ, കിടില റോഡായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 2 വരി പാതയാണെങ്കിലും എൻ്റെ പൊന്നു പറയാൻ വാക്കുകളില്ല. കിടില റോഡായിരുന്നു കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ ഇത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു ഓഫ് റോഡ് ആയിരുന്നേ. ബട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എഫേർട്ട് ആ റോഡ് പണിയാൻ, 2 മലകൾക്കിടയിൽ ഈ റോഡ്, ഓ മൈ ഗോഡ്, അത് എക്സ്പീരിയൻസ് ചെയ്തതിനെ മനസ്സിലാക്കണമെന്നേ ഞാൻ പറയൂ. പിന്നെ ആ മൗണ്ടെയിൻസ്, ഓ മൈ ഗോഡ്, ആ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ റോക്കാണോ, റോക്കല്ല, എന്നാൽ മണ്ണാണോ, മണ്ണും അല്ല. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു. എന്തു പറയാനാ, ഒരു ക്ഷേത്രത്തിൽ കല്ലിൽ കൊത്തുപണികളൊക്കെ ചെയ്യില്ലേ, അതുപോലെ ആയിരുന്നു അത്. ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാൻ പോലെയൊക്കെ ചിലപ്പോൾ തോന്നും ആ മൗണ്ടെയിൻസ് കണ്ടു പോകുമ്പോൾ. ബട്ട് അല്ല, അങ്ങനെയാണ് അവരതിനെ ക്രിയേറ്റ് ചെയ്തത് എന്ന് തന്നെ പറയാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ലേ, ആ മൗണ്ടെയിൻസിൻ്റെ അവിടെ നിന്നുകൊണ്ട്, ആ റൂട്ടിൻ്റെ സൈഡിലൊക്കെ നിന്നുകൊണ്ട് ആ സ്കൈ വ്യൂ, ദാറ്റ്സ് സംതിങ് അമേസിങ്. പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോഷൂട്ട് മുഖ്യമാണല്ലോ. സോ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. പിന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞായിരുന്നല്ലോ, ഈ മൗണ്ടെയിൻസിൻ്റെ മേളിൽ ക്യാമ്പിംഗ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. സോ ആൾക്കാർ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഫാമിലീസും സ്റ്റുഡൻസും മിക്ക യൂണിവേഴ്സിറ്റീസും അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ക്യാമ്പിംഗ് കൊണ്ടുപോകും. സോ ഈ മൗണ്ടെയിനാണ് അവർ ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മേളിൽ പോയി ക്യാമ്പ് ചെയ്തും 1 ഡേ ചെയ്യും, പിറ്റേന്ന് തിരിച്ചു വരും. അതുപോലെ തന്നെ ജബൽ ജെയ്സിൻ്റെ 2 മൗണ്ടെയിൻസ് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ, അതുപോലെ പാരാഗ്ലൈഡിങ് ആൻഡ് മോർ അഡ്വഞ്ചർ ആക്ടിവിറ്റി. ഫോർ മീ ആൻഡ് മൈ ഫാമിലി ജബൽ ജെയ്സ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. സോ ഗൈസ്, വി വിൽ കം ബാക്ക് വിത്ത് അവർ നെക്സ്റ്റ് വ്ലോഗ് as soon as possible. Thank you.